ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ റോമൻ ന്യൂമറൽസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് 1 തൊട്ട് 100 വരെയുള്ള റോമൻ ന്യൂമറൽസ് എഴുതാനും വായിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ന്യൂമറൽസ് ഇൻ റോമൻ സിസ്റ്റം. അപ്പം നമ്മുടെ റോമൻ സിസ്റ്റത്തിൽ 7 ഡിസ്റ്റിങ്ക്റ്റ് ന്യൂമറൽസ് അല്ലെങ്കിൽ സിമ്പിൾസ് ആണുള്ളത്. നമ്മൾ പഠിക്കുന്ന സാധാരണ നമ്പേഴ്സ് സിസ്റ്റം, അതിന് ഹിന്ദു അറബിക് ന്യൂമറൽസ് എന്നാണ് പറയുന്നത്. അവിടെ നമുക്ക് 10 എണ്ണാണുള്ളത്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ 10 ന്യൂമറൽസ് ആണ് നമുക്കുള്ളത്. പക്ഷേ റോമൻ ന്യൂമറൽസിൽ 7 എണ്ണാണുള്ളത്. അതുപോലെ അവിടെ ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ ആൽഫബറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹിന്ദു അറബിക് ന്യൂമറലിൻ്റെ വാല്യൂവും ഞാനിവിടെ ടേബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് റോമൻ ന്യൂമറൽസിലെ ഐ എന്ന് വെച്ചാൽ നമ്മുടെ ഹിന്ദു അറബിക് ന്യൂമറൽ 1 ആണ്. അതുപോലെ വി 5, എക്സ് 10, എൽ എന്ന് വെച്ചാൽ 50, സി 100, ഡിയുടെ വാല്യൂ 500, എമ്മിൻ്റെ വാല്യൂ 1000. ഇനി ഈ റോമൻ ന്യൂമറൽസിൽ 0 ഇല്ല. അതേപോലെ റോമൻ ന്യൂമറൽസിൽ പ്ലേസ് വാല്യൂ സിസ്റ്റവും ഇല്ല. ഈ 7 ഡിസ്റ്റിങ്ക്റ്റ് ന്യൂമറൽസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഈ സിമ്പിൾസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോമൻ ന്യൂമറൽസ് എഴുതാനായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റോമൻ ന്യൂമറൽസ് എഴുതാൻ തുടങ്ങാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ റിപ്പീറ്റേഷൻ ഓഫ് എ സിമ്പിൾ മീൻസ് അഡീഷൻ. അപ്പോൾ സെയിം സിമ്പിൾ റിപ്പീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എക്സ് എന്ന് ഇടുവാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 10, വീണ്ടും 10, അപ്പോൾ 10 + 10 എന്ന് പറയുമ്പോൾ 20. അതിൽ 3x വന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് 10 + 10 + 10 30 ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. പിന്നെ റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ 3 ടൈമേ മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റിപ്പീറ്റേഷൻ ഈസ് നോട്ട് അലൗഡ് മോർ ദാൻ 3 ടൈംസ്. അതുപോലെ ചില സിമ്പിൾസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വി, എൽ ആൻഡ് ഡി. അപ്പോൾ വി, എൽ, ഡി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. 5, 50, 500 ഈ 3 നമ്പേഴ്സും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത റൂൾ 2. If a smaller numeral is written on the right side of the larger numeral, then the smaller is added to the larger one. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മുടെ വിയും ഒരു ഐയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വി എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, വിയുടെ വാല്യൂ 5 ആണ്. ഇനി ഐ എന്ന് വെച്ചാൽ എന്താണ്, 1 ആണ്. അപ്പോൾ ഇവിടെ വിയുടെ റൈറ്റ് സൈഡിലാണ് ഐ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ അഡീഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ വിൻ്റെ കൂടെ ഐ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 5 + 1 6. 6ൻ്റെ വാല്യൂ ആണ്. 6നെ നമ്മൾ റോമൻ ന്യൂമറിൽ എഴുതുന്നതാണ് ഇതിങ്ങനെ, വി റൈറ്റ് സൈഡിൽ ഐ. ഇനി അടുത്ത നമ്പർ നോക്കാം. എക്സും അതിൻ്റെ റൈറ്റ് സൈഡിൽ ഐയും കൊടുത്തിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം 10 ആണ്. ഇനി ഐയുടെ വാല്യൂ നമുക്കറിയാം 1 ആണ്. ഇനി എക്സിൻ്റെ റൈറ്റ് സൈഡിലാണ് ഐ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അഡീഷൻ ആണ്. അപ്പോൾ 10 + 1 11. 11നെയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. എക്സ് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഐ വന്നാൽ നമ്മൾ അതിൻ്റെ വാല്യൂ എന്താണ്, 11. റൂൾ 3. If a smaller numeral is written on the left side of the larger numeral, then the smaller is subtracted from the larger one. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ വിൻ്റെ ലെഫ്റ്റിൽ ഐയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൂള് പറയുന്നത് എന്താണ്, ഒരു ലാർജർ ന്യൂമറലിൻ്റെ ലെഫ്റ്റിൽ സ്മോളർ ന്യൂമറൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്യുക. ലാർജർ വണ്ണിൽ നിന്ന് സ്മോളർ വൺ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വിയും ഉണ്ട് ഐയും ഉണ്ട്. വിയുടെ ലെഫ്റ്റിലാണ് ഐ വന്നിരിക്കുന്നത്. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 ആണ്. അതിന് ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ വിയുടെ ലെഫ്റ്റിൽ വന്നിട്ടുള്ളത് കൊണ്ട് എന്താ ചെയ്യേണ്ടത്, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 5 - 1 4. അപ്പോൾ 4 എങ്ങനെ റോമൻ ന്യൂമറലായിട്ട് എഴുതാം, വിയുടെ ലെഫ്റ്റിൽ ഐ. ഇനി അടുത്ത നമ്പർ നോക്കാം. അവിടെ എക്സിൻ്റെ ലെഫ്റ്റിൽ ഐയും കൊടുത്തിട്ടുണ്ട്. എക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം 10. ഇനി ഐയുടെ വാല്യൂ 1. അപ്പോൾ 10ൽ നിന്ന് എന്താണ്, എക്സിൻ്റെ ലെഫ്റ്റിലാണ് ഐ വന്നിരിക്കുന്നത് കൊണ്ട് 10ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 10ൽ നിന്ന് 1 പോകുമ്പോൾ 9. അപ്പോൾ റോമൻ ന്യൂമറലിലെ 9 എങ്ങനെയാണ്, എക്സ് എഴുതുക, ലെഫ്റ്റിൽ ഒരു ഐ ഇട്ട് കൊടുക്കുക. ഇനി ഒരു പോയിന്റ് നോക്കാനുള്ളത്, ദ ന്യൂമറൽസ് വി, എൽ ആൻഡ് ഡി ആർ നെവർ സബ്ട്രാക്റ്റഡ്. വിയും എല്ലും ഡിയും, അതായത് നമ്മുടെ 5, 50, 500 അവരെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഐ ഈസ് നെവർ റിട്ടേൺ ടു ദ ലെഫ്റ്റ് ഓഫ് എൽ, സി ആൻഡ് ഡി. ഇനി നമുക്ക് 1 തൊട്ട് 10 വരെയുള്ള റോമൻ ന്യൂമറൽസ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം 1i, വി 5, എക്സ് 10. ഇനി ബാക്കിയുള്ളത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ 3 റൂൾസും അറിയാം. അപ്പോൾ ആ റൂൾസ് എല്ലാം യൂസ് ചെയ്തിട്ട് എങ്ങനെ ബാക്കി നമ്പേഴ്സിനെ എഴുതാമെന്ന് നോക്കാം. അപ്പം
1 എന്ന് വെച്ചാൽ ഐ. ഇനി 2 എന്തായിരിക്കും? അപ്പോൾ 2 എങ്ങനെ എഴുതാം? 1 ഐ 1 പ്ലസ് 1 2 ആണല്ലോ. അപ്പോൾ എന്താ ഐ ഐ. അപ്പോൾ ഐ എന്ന് എഴുതുക. ഇനി 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 പ്ലസ് 1 പ്ലസ് 1. അപ്പോൾ ഐ ഐ. ഇനി 4 എഴുതണം. അപ്പോൾ 4 നമുക്ക് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 എഴുതാൻ പറ്റില്ല. കാരണം എന്താ? റിപ്പീറ്റേഷൻ ഓഫ് എ സിമ്പിൾ ഇസ് അലൗഡ് ഓൺലി 3 ടൈംസ്. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത നമ്പർ നോക്കുക 5. ഇനി 5ൻ്റെ എന്തെങ്കിലും ചെയ്ത് ഏതെങ്കിലും റൂളൊക്കെ യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കറിയാം 5ൻ്റെ ലെഫ്റ്റിൽ ഐ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? 5ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 5ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? 4 കിട്ടും. അപ്പോൾ വി അതിൻ്റെ ലെഫ്റ്റിൽ ഐ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4 ആയി. ഇനി 6 എന്ന് പറയുമ്പോൾ നമുക്ക് 5 ഉണ്ട്. 5ൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഐ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? 6 ആയി. ആഡ് ചെയ്യാണ് അല്ലേ? 5 പ്ലസ് 1. അപ്പോൾ 6ന് വേണ്ടി നമുക്ക് എങ്ങനെ എഴുതാം? വിയുടെ റൈറ്റ് സൈഡിൽ ഐ. ഇനി സിമിലർ ആണ് 7ഉം 8ഉം. കാരണം 5 നമുക്കറിയാം. പിന്നെ 5ൻ്റെ കൂടെ ഒരു 2 ഐ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 7 കിട്ടും. അതുപോലെ തന്നെ വിയുടെ റൈറ്റ് സൈഡിൽ 1 1 1 3 ഐ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടും. ഇനി അപ്പോൾ ഈ 8 എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഐ റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഐ ഓൾറെഡി 3 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 9 എങ്ങനെ എഴുതും? 9 എഴുതാൻ നമ്മൾ 10ന് പിടിക്കുക. അപ്പോൾ 10ൻ്റെ ലെഫ്റ്റിൽ ഒരു ഐ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? 10 മൈനസ് 1 ആണ്. അതായത് 9. അപ്പോൾ 9 എങ്ങനെ എഴുതാം? എക്സിൻ്റെ ലെഫ്റ്റിൽ ഐ. അപ്പോൾ ഇങ്ങനെയാണ് 1 തൊട്ട് 10 വരെയുള്ള സിമ്പിൾസ്. അപ്പോൾ ഇതും പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ 1 തൊട്ട് 10 വരെയുള്ളത് എഴുതാൻ പഠിച്ചു. ഇനി 10, 20, 30, 40, 50 അങ്ങനെ 100 വരെയുള്ള നമ്പേഴ്സും കൂടി എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ 1 തൊട്ട് 100 വരെയുള്ള എല്ലാ നമ്പറും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് 10 നമുക്കറിയാം എക്സ്, 50 അറിയാം എൽ, 100 അറിയാം സി. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് എങ്ങനെ എഴുതാമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ 20 എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് റിപ്പീറ്റേഷൻ്റെ പരിപാടി യൂസ് ചെയ്യാം. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ എന്താ? 10 പ്ലസ് 10 20. അപ്പോൾ 20ക്ക് എങ്ങനെ എഴുതാം? എക്സ്. ഇനി 30ക്കും സെയിം തന്നെ. എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 10 പ്ലസ് 10 പ്ലസ് 10 30. അപ്പോൾ 30ക്ക് എങ്ങനെ എഴുതാം? എക്സ്. ഇനി 40ക്ക് എക്സ് വെച്ച് എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? എക്സ് ഓൾറെഡി 3 ടൈംസ് എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇനി 40 വേറെ രീതിയിലായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ 40 നമ്മൾ 50 യൂസ് ചെയ്യും. അപ്പോൾ 50യുടെ എൽ എടുത്തു. എല്ലിൻ്റെ ലെഫ്റ്റിൽ എക്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? എൽ എന്ന് പറഞ്ഞാൽ 50 മൈനസ് 10. അപ്പോൾ 40 കിട്ടും. അപ്പോൾ 40 എങ്ങനെ എഴുതാം? എക്സിൻ്റെ റൈറ്റ് സൈഡിൽ എൽ. ഇനി 60 എഴുതുന്നത് എങ്ങനെയായിരിക്കും? 50 പ്ലസ് 10. 50 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൽ. അപ്പോൾ 50 പ്ലസ് 10 എന്തായിരിക്കും? എക്സ്. അപ്പോൾ എല്ലിൻ്റെ റൈറ്റ് സൈഡിൽ എക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 60 കിട്ടി. ഇനി 70 എങ്ങനെയായിരിക്കും? എക്സ്. കാരണം 50 പ്ലസ് 10 പ്ലസ് 10 70 ആയി. അപ്പോൾ 70 എങ്ങനെ എഴുതാം? എക്സ്. ഇനി 80 എന്ന് വെച്ചാൽ എല്ല് നമുക്കറിയാം. അതിൻ്റെ കൂടെ 3 എക്സ് ഇട്ട് കൊടുക്കുക. എക്സ്. അപ്പോൾ എന്ത് കിട്ടും? 50 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10. അപ്പോൾ നമുക്ക് കിട്ടും 80. അപ്പോൾ 80 എങ്ങനെ എഴുതും? എക്സ്. ഇനി കണ്ടോ? എല്ലും എക്സും ഒക്കെ എഴുതി. എക്സ് 3 വട്ടം എഴുതി. 80 കഴിഞ്ഞു. ഇനി 90 എഴുതണം. 90 അപ്പോൾ ഇനി എങ്ങനെ എഴുതാൻ പറ്റും? എല്ലും എക്സും വെച്ചിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 90ക്ക് എഴുതാൻ 100 വെച്ചിട്ട് നോക്കാം. ഈ സി എന്നുള്ളതാണല്ലോ 100. 100ൻ്റെ ബാക്കിൽ എക്സ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 100 മൈനസ് 10 അല്ലേ? 100 മൈനസ് 10 എന്ന് വെച്ചാൽ 90. അപ്പോൾ 90 എങ്ങനെ എഴുതാം? സി. ഇനി നമ്മൾ റോമൻ ന്യൂമറൽസ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ 1 തൊട്ട് 10 വരെയുള്ള നമ്പറും 10, 20, 30, 100 അങ്ങനെയുള്ള അത്രയും റോമൻ ന്യൂമറൽസ് പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ ഈ റൂൾസ് എല്ലാം ഓർത്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് തെറ്റുകൂടാതെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ 15 എങ്ങനെ എഴുതാം? 15 നമ്മൾ 10 പ്ലസ് 5 എന്ന് എഴുതാം. കാരണം നമുക്ക് 10ൻ്റെ അറിയാം, 5ൻ്റെ അറിയാം. അപ്പോൾ 10 എന്ന് വെച്ചാൽ എക്സ്, 5 എന്ന് വെച്ചാൽ വി. അപ്പോൾ എക്സ് വി.
ഇനി അടുത്ത നമ്പർ 21. അപ്പോൾ 21 നമുക്ക് 20 പ്ലസ് 1 എഴുതാം. ഇനി 20 എന്താണ്? എക്സ് എക്സ് 1 ഐ. അടുത്ത നമ്പർ 45. 45ന് നമുക്ക് 40 പ്ലസ് 5 എന്ന് എഴുതാം. ഇനി 40 നമുക്കറിയാം എല്ലിൻ്റെ ലെഫ്റ്റിൽ എക്സ്. അപ്പോൾ 50 മൈനസ് 10 40. അപ്പോൾ എക്സ് എൽ. ഇനി 5 വി. അടുത്ത നമ്പർ 59. 59 എങ്ങനെ എഴുതാം? 50 പ്ലസ് 9. ഇനി 50യുടെ സിമ്പിൾ നമുക്കറിയാം എൽ. 9ൻ്റെ സിമ്പിൾ എന്താണ്? എക്സ് ലെഫ്റ്റിൽ ഐ. അടുത്തത് 76. 76ന് നമുക്ക് 70 പ്ലസ് 6 എന്ന് എഴുതാം. ഇനി 70യുടെ എന്താണ്? എൽ എക്സ് എക്സ് 6 എന്താണ്? വി ഐ. അടുത്ത നമ്പർ 89. 89ന് 80 പ്ലസ് 9 എഴുതാം. 80 എന്ന് വെച്ചാൽ എൽ എക്സ് 3 ടൈം. ഇനി 9 എന്ന് പറഞ്ഞാൽ എക്സ് എക്സിൻ്റെ ലെഫ്റ്റിൽ ഐ. അപ്പോൾ ഇനി നമ്മൾ റോമൻ ന്യൂമറൽസിനെ ഹിന്ദു അറബിക് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് എക്സ് ഐ എക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 1 തൊട്ട് 10 വരെയുള്ള നമ്പറും 10, 20, 30, 100 വരെയുള്ള നമ്പറും ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ ഏതൊക്കെ നമ്പേഴ്സാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കട്ടെ, ഈ ഫസ്റ്റ് 2 എക്സ് എക്സ് എക്സ്, അതായത് എക്സ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്നത് 20. ഇനി ഈ ലാസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? 9. അപ്പോൾ 29. അടുത്തത് എക്സ് സി. എക്സ് സി എന്തായിരുന്നു? 90. ഇനി അതിൻ്റെ റൈറ്റിൽ ഐ. അപ്പോൾ 91. അടുത്തത് എക്സ് എൽ. എക്സ് എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 40. അതിൻ്റെ റൈറ്റ് സൈഡിൽ വി. അപ്പോൾ 5 45. അടുത്തതൊരു ചെറിയ എക്സസൈസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലം എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ.